അനുമോൾ ആദിലയോട് നവീനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അക്ബർ അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയണം, ഞാൻ അക്ബറിനോട് ചെന്ന് പറയട്ടെ, സോറി പറയട്ടെ, കാരണം ഇനി അധിക ദിവസം ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൾക്കൊക്കെ ക്ഷമ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ അനുമോൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ അക്ബർ അങ്ങ് എന്താ സംഭവം എന്നോർത്ത് ആകെ അത്ഭുതപ്പെട്ട് നോക്കുവാണ്. അപ്പം അത് അനുമോൾ പറയും, എനിക്ക് പതുക്കെ പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയും, നമുക്ക് പുറത്ത് പോയി ഇരുന്ന് സംസാരിക്കാം. അപ്പം അക്ബർ പറയും, ഞാൻ നിൻ്റെ കൂടെ പുറത്ത് വരാൻ, നീ എൻ്റെ അടുത്ത് പിന്നെ മാത്രമായിട്ട് പറയാൻ എന്താ രഹസ്യം, നിൻ്റെ കാമുകനാ ഞാനെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ ആദിലയോടും നവീനോടും പറയണ, ഓ ഇതൊരു തരത്തിലും അടുക്കുന്ന ലക്ഷണം ഇല്ല എന്ന് പറയുന്നു. അപ്പം നവീൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ അവനെ കാണിച്ചു തരാം, നീ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് അനുമോൾ ആയിട്ട് പിന്നെ അക്ബറിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. അപ്പോൾ അക്ബർ ചോദിക്കണം, എന്താ സംഭവം എന്ന് ചോദിക്കുന്നു നവീനും കൂടെ വന്നപ്പം. അപ്പോൾ അനുമോൾ പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം ഒരുപാട് അക്ബറിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത് മനഃപൂർവ്വമൊന്നുമല്ല. ആ ടാസ്കിൻ്റെ ഇടയിൽ എൻ്റെ മൂക്കിലിടിച്ചില്ലേ, അത് മൂക്ക് സർജറി പറഞ്ഞിരിക്കുകയാണ്, അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ആ മൂക്കിൽ നല്ല ഇടി കിട്ടിയപ്പം ഞാൻ ഓർത്ത് എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകേണ്ടി വരുമെന്ന് തന്നെ ഞാൻ ഓർത്ത്, അത്ര ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അക്ബർ പറയണേ, ഞാൻ അറിഞ്ഞില്ല നിൻ്റെ മൂക്കിലിടിച്ച കാര്യം, ആ ലക്ഷ്മിയെ നീ കിടന്ന് ഒച്ചയിട്ടപ്പോഴാണ് എൻ്റെ കൈ നിൻ്റെ മൂക്കിൽ കൊണ്ടെന്നറിഞ്ഞത്. ടാസ്കിൻ്റെ ഇടയിൽ നമ്മൾ അത് ശ്രദ്ധിക്കില്ലല്ലോ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം മൂക്കിലിട്ട് ഇടിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പം അനുമോൾ കരയുകയാണ്. അപ്പോൾ അക്ബറും പറയുന്നത്, ടാസ്കിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ നിന്നും ഒരുപാട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിനൊക്കെ ക്ഷമ ചോദിക്കുമെന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ അനുമോളോട് പറയണം, ഞാൻ നിനക്ക് വേണ്ടി റാപ്പ് ചെയ്യുന്നുണ്ട്, ഞാനവിടെ ബിഗ് ബോസിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ നിനക്ക് വേണ്ടിയാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, നീ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന. അത് കറക്റ്റാണ്, അത് കറക്റ്റായ ഒരു വാക്കാണ്. അപ്പോൾ അക്ബറെ, നീ പല പ്രാവശ്യം പറഞ്ഞു, അതാണ് എനിക്ക് നിന്നോട് ഇത്രയും ഒരു വൈരാഗ്യമായി പോയതെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം മാപ്പ് പറഞ്ഞ് കൂട്ടുകാരായിരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.